ഞാൻ എത്രയായപ്പോ വന്ന് നോക്കിയിരുന്നു, അപ്പൊ ഒന്നും മെസ്സേജ് കണ്ടില്ല. പിന്നെ ശരി ഞാൻ ഇന്ന് നമുക്ക് സ്കൂളിൽ പോകണം. സ്കൂളിലൊക്കെ എത്തിയപ്പോൾ ഒത്തിരി വൈകിപ്പോയി. മഴയും ഒക്കെ എല്ലാം കൂടെ ഒത്തിരി അങ്ങ് വൈകിപ്പോയി. ഞാൻ പെട്ടെന്ന് ആ കിച്ചണിലൊക്കെ ഒന്ന് റെഡിയാക്കി. മോനൊരു ചെറിയ ഫീവറൊക്കെ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത് നോക്കി, നമ്മളിവിടെ ഇന്നലെ ഓറഞ്ച് ചെയ്തില്ല, അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തത്. പക്ഷെ നമുക്കിതിനകത്ത് ലെമണെല്ലാം ഒട്ടും കാണണ്ട. ഗ്രീനാണ് നമുക്ക് ബേസ് വരേണ്ടത്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഫില്ലിങ്ങിനെക്കാളും എഫക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട് കാണാമല്ലോ, ഞാൻ ചെയ്യുന്ന ഭാഗം കാണാമല്ലോ. ഇതുപോലെ ലൈറ്റ് ഗ്രീൻ നമ്മൾ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടയുമ്പോഴൊന്നും വെള്ളം വീഴുന്നില്ല. ആ രീതിയിലാണ് ട്രൈ ആക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിനെങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അവിടെ ലൈറ്റ് ഗ്രീൻ ആയി, പക്ഷേ സൈഡിൻ്റെ അത്രയും ഡാർക്ക് അല്ല എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കത് നല്ല കറക്റ്റ് ഫില്ലിങ്ങും വരുന്ന ആ ഒരു ടെക്നിക്കാണ്. നമ്മളിന്നലെ ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ചെയ്തത് ബേൺഡ് ഓറഞ്ച് വെച്ചിട്ട് കൊടുത്ത കളറും ഇങ്ങനെ തന്നെയാണ്. 2 എണ്ണം വരെയൊക്കെ ചെയ്യും. ചെറിയ ഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് 2 എണ്ണം വരെയൊക്കെ ചെയ്തിട്ട് ഇച്ചിരി വലിയ ബ്രഷാണ് എടുക്കണം. 1-ൻ്റെ ബ്രഷൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് ഫില്ലിംഗ് ആണ്. പക്ഷെ ഒരു വേറെ കളർ വരുന്നുണ്ടോ? ഇവിടെ ലൈൻസ് നമ്മൾ സാബ്ഗ്രീനാണ് വരുന്നത്. സാബ്ഗ്രീൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. സാബ്ഗ്രീൻ തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ റെഡൊക്കെ കൊടുക്കാം. നമുക്ക് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് റെഡ് കൊടുക്കുന്നതാണ് കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കി വിടാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ഇടയിലുള്ള ലൈൻ അത് ഫ്രീ ആയിട്ട് വിട്ടേക്കണം. ഫ്രീ ആയിട്ട് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ആദ്യം നമ്മൾ ആ കളറിൽ മുക്കി ഡ്രൈ ആക്കി. കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീനാണ്. 3 ഡ്രോപ്പ് ലെമണല്ലയും ഒരു 1 ഡ്രോപ്പ് സാബ്ഗ്രീനുമാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിന്നെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കളറിങ് കുറച്ച് ഡാർക്കായിട്ട് തന്നെ വരും. കാരണം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറവായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നത് കുറച്ച് ഡാർക്കായിട്ട് തന്നെ വരും കേട്ടോ. ലേറ്റായി ജോയിൻ ചെയ്തവർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കളർ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് 3 ഡ്രോപ്പ് ലെമണല്ലോ പ്ലസ് 1 ഡ്രോപ്പ് സാബ് ഗ്രീനാണ് കേട്ടോ. 3 ഡ്രോപ്പ് ലെമണല്ലോ എടുക്കുന്നത്. ഇത് നല്ലപോലെ വളരെ ലൈറ്റായിട്ടുള്ള കളറാണ്. അതിൽ 4 ഡ്രോപ്പിൻ്റെ പകുതി അളവിൽ വെള്ളം ചേർത്താൽ മതി. വെള്ളം ഒരുപാട് കൂട്ടണ്ട കേട്ടോ. എന്നിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ വെള്ളം വെച്ച് സ്മജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ലൈറ്റ് ആയിക്കോളും. നോർമലി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം കളറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് വെള്ളം വെച്ച് സ്മജ് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് റെഡൊക്കെ നമുക്ക് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എല്ലാ കളേഴ്സും ഒന്ന് ഫില്ലിങ് ആയി പോട്ടെ, ഫസ്റ്റ് ലെയർ ആയി പോട്ടെ. അപ്പം ആർക്കെങ്കിലുമൊക്കെ മറന്നു പോവാതെ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഗ്രീനിലോട്ട് പോയത് കേട്ടോ. നമുക്ക് അഥവാ നമ്മൾ ചെയ്തപ്പോൾ ആ ലൈൻസ് വിട്ടുപോയില്ലെങ്കിൽ, ലൈൻസ് ക്ലിയറായിട്ട് വന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് ഗ്രീൻ ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം റെഡ് ഇട്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ വരച്ചപ്പോൾ അത്ര ശരിയായില്ല, നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ഗ്രീൻ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം റെഡ് ഇട്ട് വരയ്ക്കാം. അടുത്ത് ഡാർക്ക് ഗ്രീൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഔട്ടായിക്കോളാം കേട്ടോ. ആ താഴത്തെ പൂവിനും മേലെ ഇട്ടത് ക്രോമല്ലേ ആയിരുന്നു, മേലെ ആർച്ചിനും
ഇവിടെ ഇതാണോ? അതല്ല മാം, താഴെ പൂക്കളം മാതിരിയില്ലേ ഉം. ഇന്നലെ ഇട്ടത്? ആ താഴത്തെ പൂക്കളും മേലെ ഒരു ആർച്ച് ആ, മാതിരി അതെല്ലാം ഉണ്ടായിരുന്നു. ഇത് ലെമണല്ലോ അല്ല, കാഡ്മിയമല്ലോ അല്ലെങ്കിൽ ക്രോമല്ലോ. കാഡ്മിയമല്ല അല്ലെങ്കിൽ ക്രോമല്ലോ ഇല്ലേ? ആ ആ, അത് നമ്മൾ ഓർണമെന്റ്സിന് കൊടുത്ത സെയിം കളർ തന്നെയാണ്, ഷെയ്ഡിങ്ങിന് മാത്രമാണ് മാറ്റം വരുന്നത് കേട്ടോ. ഓക്കെ. ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ ഉണ്ടല്ലേ മാം? ആ അതെ അതെ, ഇത് കുറച്ച് നമ്മൾ അട്രാക്റ്റീവ് ഷെയ്ഡാണ്, പക്ഷെ നമ്മളിത് ഈ ഒരു കളറ് കുറച്ച് എടുപ്പാണ്, നമ്മളിത് മാറ്റും കേട്ടോ. ഒരു ബേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ലൈറ്റ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്തോട്ട് കുറേ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻസ് പഠിക്കാൻ പറ്റും കേട്ടോ. യെല്ലോയുടെ തന്നെ പല ഷെയ്ഡുകൾ, പല കോമ്പിനേഷൻസുകൾ. ശരിക്കും നമ്മൾ കളർ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്കും ആ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരിത് കിട്ടുന്നത്. നമ്മൾ യെല്ലോയും റെഡ് മാത്രമല്ലേ ചെയ്തത്, അതിൽ വേറൊരു കളർ വരുമ്പോൾ അത് എപ്പോഴും ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതെല്ലേ? അപ്പം ഗ്രീനിൻ്റെ സാരിയുടെ പോർഷൻസ് നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ബഡ്സ് ആയിട്ട്, അത് ഈ ലൈറ്റ് ഗ്രീൻ തന്നെയാണ് നമ്മൾ ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ഈ ഒരു വൈറ്റ് പോർഷൻസ് കേട്ടോ, ഇതിനകത്തൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു വൈറ്റ് പോർഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓർണമെൻറ്റ്സിൻ്റെ. ഇവിടെയും നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം അങ്ങ് ചെയ്യാം.
ഒന്നര ഡെബിറ്റ് ചെയ്ത് ഒരെണ്ണം ബ്ലൂ കൊടുത്തിട്ടു. അതും കാണുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭംഗിയാണ് കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ള ആ കളർ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെയൊന്നും ഓർണമെൻറ്റ്സിൽ ഷെയ്ഡ് ഇട്ടിട്ടില്ല. ഷെയ്ഡ് ഇട്ടിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗിയെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഗ്രീൻ കൊടുക്കുകയാണ് കേട്ടോ. മാലയിലും ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട്, കാരണം നമുക്ക് സാരി ഇതായതുകൊണ്ട് ഫുള്ളായിട്ട് വേണ്ട. കാണുന്നില്ല മുകൾ ഭാഗം, മുകളിലോട്ട് ചെയ്യായിരുന്നു കേട്ടോ. മുകളിലത്തെ ഈ ഭാഗത്താണ്. ഇത് നമ്മൾ ഈ ആർച്ചിനകത്തുള്ള ഈ ഭാഗം കേട്ടോ. ഇത് ആർച്ചിൻ്റെ കാണാവോ? ആർച്ച് തീരെ കാണത്തില്ല മാം, ബ്ലറായിട്ടാ കാണുന്നത്. ഇടോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ക്യാമറ ശരിയാണ്. ക്യാമറയല്ലേ നമ്മൾ ആ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നില്ലേ, ആ തറയിലുണ്ട്. അതിൻ്റെ ആ ക്യാമറയുടെ അവിടെ തന്നെ ബബിൾസ് ആയിപ്പോയി. സ്ക്രീന് മൊത്തത്തിൽ സ്ക്രീൻ കാർഡ് മാറ്റിയാൽ ക്യാമറ ക്ലിയർ ആയിട്ട് പറ്റത്തുള്ളൂ. ഫോട്ടോ ഇടണേ, ഫോട്ടോ ഇടണം. വേറെ മൊബൈലിൽ നിന്ന് ഇടാം കേട്ടോ. ഞാൻ ഇന്നലെ പിന്നെ ശ്രദ്ധിച്ചു. ഇതിപ്പോൾ നമ്മൾ ലൈറ്റ് ഗ്രീനാണ് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. 3 ഡ്രോപ്പ് ലെമണിൻ്റെ കൂടെ 1 ഡ്രോപ്പ് സാബ് ഗ്രീനാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളടുത്ത് സാബ് ഗ്രീൻ എന്ന് പറയുന്ന കളറിലോട്ട് പോകാൻ. ഇപ്പം നമ്മൾ ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്തത്. ഇനി സാബ് ഗ്രീൻ എന്നിട്ട് നമുക്ക് ആദ്യം കച്ചവാടെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. റെഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സാബ് ഗ്രീന് 1 ഡ്രോപ്പ് കളറിന് നമുക്കൊരു 3 ഡ്രോപ്പ് വരെ വെള്ളം ചേർക്കും. കുറച്ച് ലൈറ്റായിട്ടാണ് നമ്മുടെ സാബ് ഗ്രീൻ ചെയ്യുന്നത്. കുക്കർ കുറേ സമയം
അതായത് കുറച്ച് കളർ എടുത്താൽ നല്ല ലൈറ്റായിട്ട് നമ്മളിപ്പോൾ റെഡൊക്കെ ചെയ്തില്ലേ അതുപോലെയാണ്. ഒരു ഡ്രോപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് 4 ഡ്രോപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. നല്ല ലൈറ്റായിട്ടാണ് നമ്മൾ സാബ്രീനും ചെയ്യുന്നത്. 2 കോട്ട് അല്ലെങ്കിൽ 3 കോട്ട് കൊണ്ടാണ് അത് ഫില്ലിങ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ കോട്ടിൽ ഫില്ല് ചെയ്ത് കറുത്ത് പോകും. ആ കളറ് നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് എഴുതി വരുമ്പോൾ ആ ഭാഗം ഭയങ്കരമായിട്ട് കറുത്ത് തോന്നിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റ പ്ലെയിൻ കളർ ഷെയ്ഡൊന്നും ഇല്ലാതെ കളർ അപ്ലൈ ചെയ്യുന്നിടത്ത് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. മറ്റേത് ഷെയ്ഡ് കൊണ്ടങ്ങ് കയറിക്കൊള്ളും. റെഡ് സാബ്രീൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ 2 3 പ്രാവശ്യമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ കച്ചവാല് ചെയ്തതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഭാഗങ്ങളിൽ സാബ്രീനാണ് വരുന്നത് കേട്ടോ. കാണാമല്ലോ ഇപ്പം ചെയ്യുന്ന ഭാഗം ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് 2 കോട്ട് അല്ലെങ്കിൽ 3 കോട്ട് ചെയ്താലേ നല്ല രീതിയിൽ സാബ്രീൻ ഫില്ലായിട്ട് വരത്തുള്ളൂ. ഇത് എല്ലാം ചേർത്തിട്ടില്ല, ഡയറക്റ്റ് സാബ്രീനാണ് ചെയ്യുന്നത്. പക്ഷെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ സാബ്രീൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇത് മെയിൻലി നമ്മൾ കച്ചവാലിലാണ് ചെയ്യുന്നത്. പകുതി റെഡും പകുതി ഗ്രീനുമാണ് വരുന്നത്. മാം, ആ ഫസ്റ്റ് ലേഡിയുടെ ഗ്രീൻ ഷെയ്ഡിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ മാം? നെറ്റ് കട്ടായി പോയിരുന്നേ. ഇപ്പം നമ്മൾ സാബ് ഗ്രീൻ ലൈറ്റ് ആക്കി കച്ചവാലിൽ ചെയ്യണം കേട്ടോ. ഒരു ഡ്രോപ്പ് സാബ് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ 3 or 4 ഡ്രോപ്പ് വരെ വാട്ടർ നമ്മൾ മിക്സ് ചെയ്യും. വളരെ ലൈറ്റ് നമ്മൾ 3 കോട്ട് ഇട്ടിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. സാബ് ഗ്രീൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കച്ചവാലുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. സാബ് ഗ്രീൻ ഏകദേശം ഭാഗങ്ങളായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കച്ചവാലം ഇട്ട് പോയിട്ടുണ്ടോ നോക്കട്ടെ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നമുക്ക് ഈ ലേഡിയുടെ ബ്ലൗസ് നല്ല ഡാർക്ക് ഇരുണ്ടൊരു ഗ്രീനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ സാബ് ഗ്രീൻ വൈറ്റ് ബേസിലല്ലേ ഇപ്പൊ വന്നിരിക്കണേ? വൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തിലാണ് ചെയ്തത്. ബേസ് വൈറ്റ് ആണ്. അതാ ചോദിച്ചേ. ഓക്കെ. നമ്മുടെ ഈ ലേഡിയുടെ ബ്ലൗസ് ഒരു ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് കോട്ട് സാബ് ഗ്രീൻ വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ കേട്ടോ.
സാരിയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ ഗ്രീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒറ്റ കോട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ കുറച്ച് തെറ്റിപ്പോയതാണ്. നമ്മൾ ഇവിടെ നിന്നൊരു ഡ്രസ്സിൻ്റെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു ഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സ് നമ്മൾ ലൈറ്റായിട്ട് ഗ്രീനാണ് ചെയ്യുന്നത്. ഗ്രീന് ഇവിടെയും കൂടെ ഇത്രയും കൂടെ ഇങ്ങനെ കവർ ചെയ്ത് വരും. ഞാനത് ഡ്രോയിങ്സ് ആയിട്ട് ഇട്ട് തരാം കേട്ടോ. ഇത് സാഗ്രീൻ വെള്ളം ചേർത്തിട്ടാണ്, വളരെ ലൈറ്റായിട്ട് ചേർത്ത് വരകളായിട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇങ്ങോട്ട് കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ചെറിയൊരു ഭാഗം കൂടെ വരും കേട്ടോ. അത് ഞാനൊന്ന് വൈറ്റിട്ടിട്ട് കാണിക്കാം, വിട്ടുപോയതാണ്. ചെയ്തപ്പോൾ ശ്രദ്ധിക്കാതെ ഔട്ടായതാണ് കേട്ടോ. ഇപ്പൊ ഗ്രീൻ വര വരച്ചതിന്റെ മേലെയുള്ള യെല്ലോ എണ്ണ യെല്ലോ ആണ്. ഇതൊക്കെ ക്രോമല്ലോ. നമ്മൾ ലേഡീസിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്രോമല്ലോ അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോ ആണ് കേട്ടോ. രണ്ട് യെല്ലോയാണ് നമ്മൾ, അല്ല 3 യെല്ലോയാണ് യൂസ് ചെയ്തത്. ഒന്ന് യെല്ലോ ഓക്കർ, പിന്നെ കാഡ്മിയം യെല്ലോ, ഗ്രീനിൻ്റെ ബേസായിട്ട് ലെമൺ യെല്ലോ കേട്ടോ. ഓർണമെൻറ്റ്സ് എല്ലാം നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയത് ഓർണമെൻറ്റ്സ്, ആർച്ച്, മറ്റേ എന്താണ് കോലം പോലെ വരച്ചിരിക്കുന്ന ആ സാധനം, അതെല്ലാം ക്രോമല്ലോയാണ് കേട്ടോ, അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടാണ് യെല്ലോ ഓക്കർ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ ബേസ് ലെമൺ യെല്ലോ. അങ്ങനെ 3 യെല്ലോ കൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മാം നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഗ്രീൻ സെയിം സാബ് ഗ്രീൻ തന്നെയല്ലേ? സാബ് ഗ്രീൻ തന്നെയാണ്, സാബ് ഗ്രീൻ തന്നെ. ഇപ്പം ഞാൻ ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം സാബ് ഗ്രീൻ. അവിടെ എല്ലാം നമുക്ക് മാക്സിമം ഡാർക്ക് ഡെപ്ത് ഗ്രീനാണ് വരേണ്ടത്. ഇത് സാബ് ഗ്രീൻ്റെ ഡയറക്റ്റ് കണ്ടൻ്റാണ്. പക്ഷെ നമ്മൾ ഒരിടത്ത് പോലും ഒറ്റ കോട്ടിൽ നിർത്തത്തില്ല. രണ്ടാമത് നമ്മളിത് ചെയ്യാണ് ഇവിടേക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയ ഭാഗങ്ങൾ ചെയ്യാണ് നമ്മൾ ഇതുപോലെ ലൈറ്റായിട്ട് ചെയ്ത സാധനത്തെ വെള്ളം തൊട്ട് ഫ്രഷാക്കി വീണ്ടും നമ്മളിത് ചെയ്യണം. അപ്പോൾ 2-3 കോട്ടിലേ അത് കറക്റ്റായിട്ട് ആ ഒരു ഗ്രീൻ, നമ്മൾ ഉദ്ദേശിച്ച ഗ്രീൻ അവിടെ ആവത്തുള്ളൂ കേട്ടോ. 2 കോട്ടാകുമ്പോൾ കുറച്ചൊന്ന് ഡാർക്ക് ആവുന്നുണ്ട്. ഒരുവിധം നമ്മൾ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ തൊടുമ്പം ഉണങ്ങരുത്, അല്ലെങ്കിൽ അടിയിലത്തെ കളർ ഇളകി വരരുത്. എങ്കിലേ പാച്ച് ഇല്ലാതെ വരത്തുള്ളൂ കേട്ടോ. നല്ലപോലെ ഉണങ്ങിയാലേ അത് പാച്ച് ഇല്ലാതെ വരത്തുള്ളൂ. ഉണങ്ങിയില്ലെങ്കിൽ ചിലയിടത്ത് ഡാർക്കും ചിലയിടത്ത് ലൈറ്റും ആയിട്ടൊക്കെ ഒരു ഫീൽ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 കോട്ടോ 3 കോട്ടോ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ചെയ്യാവൂന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഉണങ്ങാത്തോടെ പാച്ച് വരുന്നില്ല. ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ, പിന്നെ ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുവിധം ക്ലാസ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഒന്ന് പോകുന്നത്. ഇത് നമ്മൾ ഒരു ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ ഏകദേശം 3 അല്ലെങ്കിൽ 4 ഡ്രോപ്പ് ഒരു വാട്ടർ ചേർക്കുന്നെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്രീനിൻ്റെ ഒരുവിധം ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. അതും ഇതേ ഗ്രീൻ തന്നെയാണ്. അതേ സാബ് ഗ്രീൻ നല്ലപോലെ വെള്ളം ചേർത്ത് വളരെ ലൈറ്റായിട്ട് ചെയ്താണ്. ചെറിയ ബ്രഷ് വെച്ച് ചെയ്യണം. ഒരിക്കലും സാബ് ഗ്രീൻ ഡാർക്ക്. വേറൊരു കച്ചവാലം കൂടി ഇല്ലേ മാം? അതിലുണ്ടോ ഗ്രീൻ കച്ചവാലം? എവിടെയാണ്? അതിന്റെ തന്നെ താഴെ ഒരു കച്ചവാലം. ഇവിടെ ഗ്രീൻ സാരി അല്ല, ഗ്രീൻ സാരി താഴെ ഒരു കച്ചവാലില്ലേ? ഇതോ? ഗ്രീൻ പാന്റ് ഇപ്പൊ ചെയ്തില്ലേ മാം? അതിന്റെ താഴെ ഒരു കച്ചവാലില്ലേ? ഫസ്റ്റ് ലേഡിയുടെ
ഫസ്റ്റ് ലേഡി മറ്റേ ഒറ്റനാക്കിന്റെ അടിയില്. ഇവിടെയോ? താഴെ താഴെ. ഇത് ഓക്കെ. അവിടെ ഉണ്ട്, റെഡും ഉണ്ട് കാലിൻ്റെ അടുത്ത് ഫസ്റ്റ് ലേഡിൻ്റെ അല്ലേ? ഓക്കെ, ചെയ്യാം. കുറച്ച് വിട്ട് പോയിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഷെയ്ഡൂടെ പഠിക്കാം കേട്ടോ. ഷെയ്ഡൂടെ നമ്മളിതിപ്പം സാഗ്രീന് നല്ലപോലെ വെള്ളം ചേർത്ത് ചെയ്ത കളർ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഡാർക്ക് അപ്ലൈ ചെയ്യരുത്. അവിടെ ചിലപ്പോൾ നമുക്ക് കറുത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു കോട്ട് അല്ലെങ്കിൽ 2 കോട്ട് ചെയ്യേണ്ടി വന്നാലും കാണാൻ ഭംഗി എപ്പോഴും ലൈറ്റായിട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് വരുന്നതാണ് കാണാൻ ഭംഗിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഡാർക്ക് ആക്കേണ്ട, കാരണം നമ്മൾ കച്ചവാറൊക്കെ നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഡാർക്ക് ആക്കേണ്ട. അതുകൊണ്ട് നമുക്ക് സാഗ്രീന് ഒറ്റ കോട്ട് മതി. കുറച്ച് സീറോയുടെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഉണങ്ങിയാലേ നമ്മൾ ചെയ്യുന്നത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുന്നത് ഒരു വിധം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലൈറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ല, സ്മഞ്ച് വേണ്ട, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. ഔട്ട്ലൈനിങ് കുറച്ച് വീതിക്ക് ജസ്റ്റ് ഞാൻ 2 പ്രാവശ്യം വെച്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ലയിച്ച് വരും കേട്ടോ. നമുക്ക് ലയിപ്പിക്കാൻ സ്മജ് ചെയ്യണമൊന്നുമില്ല. അതായത് ഇപ്പം ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള കളറിൽ വേണമെങ്കിൽ ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ അടുത്തുകൂടെ കൊടുക്കാം. അതിനെയാണ് ലയനം എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ഫില്ലിംഗ് ആണ് കേട്ടോ. ഫില്ലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മതി. ഇച്ചിരി വലിയ ഏരിയയാണ്, വളരെ തിന്നാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ഔട്ടർ ലൈനായിട്ട് മാത്രമാണ് പോകുന്നത് കേട്ടോ. ഓരോ പ്ലേറ്റുകളും എടുത്ത് കാണിക്കത്തക്ക വിധത്തിൽ അപ്പൊ ഇൻസൈഡ് ആ ലെമൺ യെല്ലോ മാത്രമായിട്ട് കിടക്കുക അല്ലേ മാം? അത് നമ്മൾ മ്യൂറൽ ഉണ്ടാക്കും കേട്ടോ. സാഗ്രീൻ ഇട്ടിട്ട് മ്യൂറൽ റെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത് പോവും. അതുകൊണ്ടാണ് ഞാൻ കോമ്പിനേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ സാഗ്രീൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചതൊന്ന് വേറൊരു കളറാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. കോമ്പിനേഷൻ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതൊന്നും നമ്മൾ നേരത്തെ പിക്ചർ കണ്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അപ്പോഴേ തോന്നുന്ന നിറങ്ങളാണ് കൊടുക്കുന്നത്. ലൈറ്റ് ആയിട്ടാണോ ലൈൻ കൊടുക്കുന്നത്? നമ്മൾ ലൈറ്റ് ആയിട്ടല്ലേ കളർ മിക്സ് ചെയ്തത്. ഒരു ഡ്രോപ്പിന് 3 അല്ലെങ്കിൽ 4 ഡ്രോപ്പ് ഒരു വാട്ടർ ചേർത്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടല്ലേ മിക്സ് ചെയ്തത്. ആ കളറാണ് കൊടുക്കുന്നത് കേട്ടോ, വളരെ ലൈറ്റായിട്ട്.
ഇത് മുകളിൽ ഓറഞ്ചിന് നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യോ? കേട്ടില്ല. ഓറഞ്ചിന് നമ്മൾ ഇങ്ങനെ ചെയ്യോ? ഓറഞ്ചിന് നമ്മൾ അടുത്തൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഓറഞ്ച് നമ്മളിപ്പം ഫില്ലിങ് സ്മജിങ് ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ് പോയിരിക്കുന്നത് കേട്ടോ. റെഡിൻ്റെ രണ്ടാമത്തെ നിന്ന് ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു പിക്ചർ ഒരു കോമ്പിനേഷൻസ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും. നമ്മൾ ഈ റെഡ് യെല്ലോയും മാത്രം നമുക്ക് മടുത്തു ഇത് തീർന്നെങ്കിൽ എന്ന് വെച്ച് ചിലരും ഇട്ടിട്ട് പോകും കേട്ടോ. കുറച്ച് കളർഫുള്ളൊക്കെ ആകുമ്പോഴേ ചിത്രം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും. എനിക്കെങ്ങനെയാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അറിയത്തില്ല. 2-3 ദിവസം കൊണ്ട് യെല്ലോയും റെഡും മാത്രം ചെയ്ത് മടുത്തു പോയി. ഇന്നല്ലേ കുറച്ച് കളർഫുള്ളായത്, ഒരു പ്രസന്നതയായത്. അതെ മാം. മറ്റേത് ഞാൻ കൊണ്ട് വിചാരിച്ച് ഗ്രീനൊന്ന് ചെയ്ത് ഗ്രീനും ബ്ലൂവും കൂടെ ഒന്നിട്ടിട്ട് റെഡിൻ്റെ ഡീറ്റെയിലോട്ട് പോകും കേട്ടോ. നമ്മളത് മാത്രം ഇടുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് തോന്നും. ഈ പോർഷനിൽ വേറെ കളർ കൊടുക്കില്ലായിരിക്കും. ഇതാ ഈ പോർഷനിൽ കളർ കൊടുക്കില്ല അല്ലേ? ചെസ്റ്റ് പോർഷനിൽ വേറെ ചെസ്റ്റിൽ ഇവിടെ ചെസ്റ്റ് വേറെ കാണിച്ചിട്ടില്ല. അല്ല മാം, മറ്റേ പാന്റിൽ മാത്രല്ലേ ഇനിയിപ്പോ മ്യൂറൽ റെഡ് ഇടയിൽ ഇടുന്ന് പറയണതാ. ഇവിടെ കൊടുക്കണ്ട. ഇവിടെ നമ്മളൊരു ഡിസൈൻ പോലെ നമ്മൾ ഈ പണ്ടത്തെ രാജകുമാരികളുടെയൊക്കെ നോക്കിയാണെങ്കിൽ ഒരു റിംഗ് പോലെ സാധനം കൊടുക്കത്തില്ലേ? അതെ അതെ അതെ. അങ്ങനത്തെ ഇതാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് സ്പോട്ടൊക്കെ കൊടുക്കും. കൊടുത്തിട്ടില്ല. നമുക്ക് കുറച്ചിങ്ങനെ വീതി കൂടുതലായിട്ട് തോന്നുന്ന ഭാഗമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സാഗ്രീൻ വെച്ചിട്ട് കുറച്ച് വീതിക്കും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ പ്ലേറ്റിനേക്കാൾ ഈ ഒരു പ്ലേറ്റ് കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് വീതിക്ക് സാഗ്രീനും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു അടഞ്ഞു വരുന്നൊരു ഫീല് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അടുത്തുകൂടെ ഒന്ന് ചെയ്താൽ മതി. മാം അത് നമ്മൾ സ്മഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്മഡ്ജ് ചെയ്യണ്ട, നമ്മൾ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമുക്കൊരു എല്ലാം ഒരു ഈക്വൽ സൈസ് അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു വലുതും ചെറുതുമായിട്ടൊരു ഫീല് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇച്ചിരി വലുത് വീതി കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കുറച്ചുകൂടെ വീതി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നോർമലി ഒരു ഇതൊക്കെയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സുകളിലെ കല്ലുകൾ കേട്ടോ, അതും നമ്മളിത് ശരിക്കും ഈ ഒരു കളറാണ്. എന്നാൽ നടുക്കൊരു ചെറിയ സ്പോട്ട് പോലെ നമുക്കത് കാണണം കേട്ടോ. ഒത്തിരി ഡാർക്കായിട്ട് വേണ്ട, ഒരു ചെറിയൊരു സ്പോട്ട് പോലെ ലൈറ്റ് ഗ്രീൻ കാണണം. ബാക്കിയെല്ലാം ഒരു ഔട്ട്ലൈൻ ഈ ഒരു ഗ്രീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു നടുക്ക് വരുന്നത് ഇവിടെ ലവ് സിമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൽ നമ്മൾ കുറച്ചൊന്ന് സ്മജ് ചെയ്യും കേട്ടോ. ഇതിപ്പം കുറച്ച് വീതികളാണ്. ഇത് നമ്മൾ ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി കുറച്ചൊന്ന് സ്മജ് ചെയ്ത് ഒരു കോട്ടും കൂടെ ചെയ്യണം. വലുതാണെങ്കിൽ വളരെ കട്ടി കുറവായതുകൊണ്ട് ഒറ്റ കോട്ടിൽ നിർത്തി
ഇതിൽ കമ്മൽ ചില പോർഷൻസിനെ ഒഴിവാക്കുന്നു ബ്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഡ്രസ്സേ ഗ്രീൻ ആയതുകൊണ്ട് ഒരുപാട് ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വൈറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഇട്ട് ചെയ്യാം. ബ്ലൂവിൻ്റെ ഒരു പോർഷൻ കൂടെ വരും സാരിയിൽ. ഒറ്റ കോട്ടാണ് സാബ്രീൻ പോയിരിക്കുന്നത്. ഇവിടെയും ഹാഫ് പാർട്ട് കേട്ടോ, എല്ലാവരും ഓർമ്മപ്പെടുത്തി ഞാൻ വിട്ടുപോയത്. ഓക്കെ, പിന്നെ നമ്മളിത് ഈ ഓർണമെൻറ്റ്സിൻ്റെ മുകളിൽ ഇവിടെ കൊടുത്തതിലും ഒക്കെ ഇവിടെയും കൊടുക്കുമ്പോൾ ഈ ആർച്ചിൽ നമ്മൾ ആർച്ച് കാണാവോ? ആർച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, കാണുന്നില്ല. ഇപ്പോഴോ കാണാൻ പറ്റുന്നില്ല? ഇപ്പൊ കാണാം. ഇപ്പം കാണാമല്ലോ. ഇതിൽ നമ്മൾ ഇപ്പം ഇതൊന്ന് കുറച്ച് കട്ടി കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് വലുതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തതിന് ശേഷം ഉടനെ ഇപ്പം ഞാൻ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കോട്ടും കൂടെ ഇതേ കളർ തന്നെ ചെയ്താലേ ഡാർക്കായിട്ട് വരത്തുള്ളൂ കേട്ടോ. കുറച്ച് വലിയ ഏരിയയുണ്ട്, ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ കോട്ടിൽ തന്നെ അങ്ങ് ഫില്ലായി പോകും കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക, അത് തന്നെ വീതിക്കുണ്ട്, ഇത്രയും ഇങ്ങനെ വരും. അത് ഉടനെ തന്നെ നമ്മൾ ബ്രഷിൽ വെള്ളം മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ലയിച്ച് നടുക്കൊരു ചെറിയ ലൈറ്റ് മാത്രം എടുത്തിട്ട് കേട്ടോ, അങ്ങനെ ഒന്ന് ലയിപ്പിച്ചെടുത്തോളേ. മാം, ആ ആർച്ചിലത്തെ സ്റ്റോൺസ് നമ്മൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്തത് സാബ് ഗ്രീൻ ആയിരുന്നു മാം? ലൈറ്റ് ഗ്രീൻ നമ്മൾ ഇവിടെ ചെയ്തില്ലേ, ഇവിടെ മഞ്ഞ ചെയ്തിട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ലൈറ്റായത്. ഇവിടെ നമ്മൾ ആ ലൈറ്റ് ഗ്രീൻ മാത്രമാണ് ചെയ്തത്. അപ്പം അത്ര ഈ ഡ്രസ്സിൻ്റെ അത്ര ലൈറ്റല്ല, ഡ്രസ്സ് നമ്മൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് എടുക്കാനായിട്ട്, കാരണം അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നുണ്ട്. നമ്മളെപ്പോഴും ബേസ് നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് വരുന്ന കളറിൽ നമ്മൾ ബേസായിട്ട് അത് മിക്സ് ചെയ്യുന്ന കളർ ഏതാണോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരും കേട്ടോ. നമ്മൾ ഗ്രീൻ കളർ ഫിഗറൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇത് ഗ്രീൻ കളർ ഫിഗർ ഇല്ല, ഫേസൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു ലൈറ്റ് ഗ്രീൻ വാഷ് ചെയ്ത് ചെയ്യരുത്, യെല്ലോ വാഷ് ചെയ്തിട്ട് ഗ്രീനിലോട്ട് പോകണം. ഏതെങ്കിലുമൊക്കെ പടം നമ്മൾ കോപ്പി ചെയ്യത്തില്ലേ, കോപ്പി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്രീനാണ് ആ ഫിഗറിൻ്റെ കളറെങ്കിൽ ബേസ് എന്ത് കളർ കൊടുക്കണം, ലെമണല്ലയോ ക്രോമല്ലയോ കൊടുക്കണം. കൊടുത്തിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് ലൈറ്റ് ഗ്രീൻ വെച്ച് സ്മജ് ചെയ്തൊക്കെ ചെയ്യേണ്ടത്. ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൗട്ട് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഒരുപാട് കളർ കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഏകദേശം നമ്മൾ കുറേശ്ശെ മാത്രമേ ക്ലാസ്സുകളിൽ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ടയേർഡായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് ചെയ്തു പോകുന്നവർക്ക് ചിലപ്പോൾ 1 മണിക്കൂർ, ഒരു ഹാഫ് ആൻ അവറോടെയൊക്കെ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ക്ലാസ് ടൈമിൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരു ജോലിയാണ്, ക്ലാസ് ടൈമിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു 90% പേര് നമ്മളതിനകത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് ജോലിയാണ്, ഒരു 2 മണിക്കൂർ വരെയൊക്കെ ഇരിക്കേണ്ടി വരും അല്ലേ. എന്നാലും ഗ്യാപ്പ് തന്നാണ് തരുന്നത്. ഈ ആഴ്ച കണ്ടിന്യൂസ് എടുക്കുകയാണെങ്കിൽ ഈ ആഴ്ച പിന്നെ ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ കൊണ്ട് നമുക്ക് തീർക്കേണ്ടതാണ്.
അപ്പം നമ്മൾ നെക്സ്റ്റ് വെനസ്ഡേക്ക് മുമ്പ് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 20th കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ മാസം വേറെ ക്ലാസ്സുകൾ വയ്ക്കുന്നില്ല. നമ്മൾ മ്യൂറൽ ഡ്രോയിങ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, അക്രിലിക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ, റെഗുലർ കോഴ്സുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മാം ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണേ ഗ്രൂപ്പിൽ. സ്ക്രീൻഷോട്ടല്ല, ഞാൻ ഫോട്ടോസ് നല്ല വേറെ ക്യാമറ വെച്ചെടുക്കാം കേട്ടോ. ഓക്കെ മാം ഇത് എവിടെ മാം കളർ കറക്ഷൻ ഇല്ല, ചെയ്യാൻ പറഞ്ഞത്? നേരത്തില്ല, ഞാൻ നോട്ടും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൽ മാം എവിടെ കളർ വൈറ്റ് ഇട്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് എവിടെയാണ്? അത് വേണ്ട, ഇവിടെയല്ലേ, ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ഓറഞ്ച് ഇവിടെ വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് ഇടട്ടെ. ഇന്നലെ ചെയ്തപ്പോൾ അത്രയും ഏരിയ ചെയ്തപ്പോൾ അതിനൊരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് വൈറ്റ് വെച്ചു. നോട്ടും കൂടെയാണ്, ഇനി നോട്ട്സും കൂടെയാണ് പറയുന്നത്. നോട്ട്സ് കൂടെ ഒന്ന് എഴുതിയെടുക്കാം. ഞാൻ പറ്റുകയാണെങ്കിൽ വോയിസ് കൂടെ ഇടാം. എങ്കിലും നിങ്ങളൊന്ന് നോട്ട്സ് എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ക്ലാസ്സിലുള്ളവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒരിക്കലും, പ്രത്യേകിച്ച് ഇതിനകത്തൊക്കെ നല്ലപോലെ ഫെവിക്കോൾ കണ്ടൻറ്റ്, അതായത് ഒരു തിക്നെസ്, ഭയങ്കര ഒരു ലെയർ പോലെ വരും. നമ്മൾ ഒരു കളറിൻ്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മളിങ്ങനെ ചുരണ്ടിയാൽ ഇളകിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കളർ ചെയ്താലും ഒറ്റ കോട്ടിലങ്ങ് ഫിനിഷ് ചെയ്യരുത്. വൈറ്റ് ചെയ്യോ ഫില്ലായില്ല കട്ടിക്ക് അങ്ങോട്ട് തേക്കുന്നത് വേണ്ട, അത് നിങ്ങൾ ചെയ്ത് ഒരിക്കൽ നമ്മൾ വെള്ളം ചേർത്ത് കളറിട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് എടുത്ത് 3 കോട്ട് അങ്ങനെ കൊടുത്ത് വേണം. നമ്മളിപ്പോൾ മുഖത്തൊരു പാച്ച് വർക്ക് വന്ന് നമ്മൾ ചെയ്ത് ഭയങ്കര രസമാണ്. വേഗം ഒരു പെയിൻറ്റിങ്ങിൽ കളർ വന്ന് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കൊണ്ട് വെള്ളം കൊണ്ടൊക്കെ തേക്കും. അങ്ങനെ ചെയ്യരുത്. അത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ മാത്രം ഒരു പാച്ച് പോലെ തോന്നും. ആദ്യം വെള്ളം ചേർത്ത് ഒറ്റ കോട്ട്, ഒട്ടും മായത്തില്ല. രണ്ടാമത് വീണ്ടും ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട്, അങ്ങനെ 3 or 4 കോട്ട് വേണ്ടിയിരിക്കണം നമ്മൾ ഈ മിസ്റ്റേക്ക് പറ്റുന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവിടെ ഒട്ടും പാച്ച് നമ്മളങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ഏതൊരു കളറും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ വാട്ടറിൽ ചേർത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും അറിയാത്ത രീതിയിൽ പാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം 1 or 2 കോട്ട് കൂടെ ഞാൻ ചെയ്യും കേട്ടോ വൈറ്റിൻ്റെ. നമുക്ക് നോട്ട്സ് കൊടുത്ത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലേഡിയുടെ സാരിയുടെ കളറാണ് കേട്ടോ. ഫസ്റ്റ് ലേഡിയുടെ സാരിയുടെ കളറ് ഫസ്റ്റ് കോട്ട് ലെമൺ യെല്ലോയാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവൽ, അല്ലെങ്കിൽ 1 ഡ്രോപ്പ് 1:1 ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ലെമൺ യെല്ലോയാണ് വാഷ് ചെയ്ത സാരി കേട്ടോ. ഫസ്റ്റ് ലേഡി സാരി ലെമൺ യെല്ലോ 1:1 എന്ന അളവിൽ ചേർത്താൽ മതി കേട്ടോ. ലെമൺ യെല്ലോ 1 ഡ്രോപ്പ് വാട്ടറും കൂടെ ചേർത്തുകൊണ്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്തത്. സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് ലെമൺ യെല്ലോ 1 ഡ്രോപ്പ് സാബ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ഡ്രോപ്പ് ലെമൺ യെല്ലോയുടെ കൂടെ 1 ഡ്രോപ്പ് സാബ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കോട്ട് അത് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് വെള്ളം വെച്ച് സ്മജ് ചെയ്ത് ഫില്ല് ചെയ്യാണ് കേട്ടോ. സ്മജിങ് ഫില്ലിങ് ആണ്. ഔട്ട്ലൈനിൻ്റെ കളർ കൊടുത്തതിന് ശേഷം വെള്ളം വെച്ച് സ്മജ് ചെയ്ത് ഫില്ല് ചെയ്യാണ് കേട്ടോ. 3 ഡ്രോപ്പ് ലെമൺ യെല്ലോ 1 ഡ്രോപ്പ് സാബ് ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീനാണ്. അത് നല്ല ലൈറ്റായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെമൺ യെല്ലോയാണ് കൂട്ടിച്ചേർക്കേണ്ടത് കേട്ടോ. തേർഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് സാബ് ഗ്രീന് 1 ഡ്രോപ്പ് സാബ് ഗ്രീന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ കേട്ടോ. 3 or 2 ഇരട്ടികൾ 3 ഡ്രോപ്പ് വാട്ടറിൽ എന്ന ലെവലിൽ മിക്സ് ചെയ്ത് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇച്ചിരി വീതിക്കാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്, തിന്ന ഔട്ട്ലൈൻ അല്ല. ഒരു 1 ബ്രഷൊക്കെ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് 3 സ്റ്റെപ്സുകളാണ്. ഫസ്റ്റ് ലെമൺ യെല്ലോ വാഷിംഗ്, സെക്കൻഡ് ലൈറ്റ് ഗ്രീൻ വിത്ത് സ്മജിങ് ആണ്,
തേർഡ് സ്റ്റെപ്പ് ഔട്ട്ലൈൻ വിത്ത് സാപ്പ് ഗ്രീനാണ് സാരിക്ക്. സ്പീഡായി പോയോ? തേർഡ് സാപ്പ് ഗ്രീനാണ് കേട്ടോ. സാപ്പ് ഗ്രീന് ഒരു ഡ്രോപ്പ് കളറിന് നമുക്ക് 2-3 ഡ്രോപ്പ് വാട്ടർ ചേർക്കാം കേട്ടോ. അത് ട്യൂബാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാട്ടറിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ. ബോട്ടിലൊക്കെ ആണെങ്കിൽ വാട്ടർ കുറച്ചുകൂടെ കുറയ്ക്കണം കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ കച്ചവാലിലെല്ലാം സാപ്പ് ഗ്രീൻ ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ വെച്ച് മിക്സ് ചെയ്ത കളർ ഉപയോഗിച്ച് കച്ചവാലിനെല്ലാത്തിനും നമ്മൾ സാപ്പ് ഗ്രീൻ ഫില്ല് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലേഡിയുടെ ബ്ലൗസിനും ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ലേഡിയുടെ ബ്ലൗസിന് ഫില്ല് ചെയ്യുന്നുണ്ട്. കച്ചവാലുകളെല്ലാം സാപ്പ് ഗ്രീനാണ്. അത് നമ്മൾ 3 കോട്ട് ചെയ്യണം. ബ്ലൗസല്ല, കച്ചവാലല്ല. ബ്ലൗസ് ഒഴിച്ച് ബാക്കി കച്ചവാലിലൊക്കെ നമുക്ക് സാപ്പ് ഗ്രീൻ 3 കോട്ട് വരെ ചെയ്യാം. നമ്മൾ ആർച്ചിൽ കൊടുത്തിരിക്കുന്നത് ആർച്ചിലെ സ്റ്റോണിന് ഫസ്റ്റ് ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് ലെമണല്ലോ 1 ഡ്രോപ്പ് സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്ത കളറാണ് ലൈറ്റ് ഗ്രീൻ. ആർച്ചിലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. പിന്നീട് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ചെയ്ത സാപ്പ് ഗ്രീൻ വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് വെള്ളത്തിൽ മുക്കി സ്മജ് ചെയ്യുന്നു. ഔട്ട്ലൈൻ സാപ്പ് ഗ്രീൻ വിത്ത് വെള്ളത്തിൽ മുക്കി ബ്രഷ് വെള്ളത്തിൽ മുക്കി സ്മജ് ചെയ്യുന്നു. ഫില്ലിംഗ് അല്ല, സ്മജിൻ്റെ ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഔട്ട്ലൈൻ സാപ്പ് ഗ്രീൻ വിത്ത് വാട്ടറിൽ ഷെയ്ഡ് ചെയ്യുന്നു കേട്ടോ. ഷെയ്ഡ് മാത്രമേ ചെയ്യുന്നു. വേറെ ഏതെങ്കിലും പാർട്ടുകളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോട്ട്സ് പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്നലത്തേക്ക് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? മാം അവിടുത്തെ ഒരു റെഡ് കച്ചവാല ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ മാം. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം കേട്ടോ. അതെ അതെ. ഞാൻ റെഡൊക്കെ രണ്ടാമത്തെ കോട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. റെഡൊന്നും പിന്നെ ചെയ്തില്ല. ഇത് കുറച്ച് ഡ്രോയിങ്സ് അത് റെഡ് ചെയ്തിട്ട് ഫോട്ടോ ഇടുവോ? ആ കച്ചവാല എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണേന്നുള്ള ഒരു ഡൗട്ട് അല്ലേ? ഓക്കെ ഓക്കെ. അത് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ പിന്ന് വരച്ചിട്ടുണ്ട്. ഫോട്ടോ ഇടാൻ മ്യൂറൽ റെഡ് അല്ലേ? മ്യൂറൽ റെഡ് ലൈറ്റ് ആയിട്ട് ഇവിടെ ഒരു കച്ചവാലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞ് വിട്ടുപോയത്. ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല ഡാർക്കായിട്ട് വേണേൽ യെല്ലോ ചെയ്യും. ഒരു കോട്ടിൽ ഉണങ്ങിൻ്റെ ലൈറ്റായിട്ട് തോന്നിയാണെങ്കിൽ ഒരു കോട്ട് കൂടെ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് എന്താണ് ഓർണമെൻറ്റ്സ് എല്ലാമാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ പോലെ പട്ടിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കുറച്ച് ഷെയ്ഡിങ്സിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പട്ടിനും നമ്മൾ അതേ യെല്ലോ തന്നെയല്ലോ കൊടുത്തേക്കണേ, ക്രോം യെല്ലോ തന്നെ. ബേസ് അതാണ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഡിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഷെയ്ഡിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓർണമെൻറ്റ്സ് എല്ലാം നമ്മളിപ്പം ചെയ്തതുപോലെ ഒരു ബേൺഡ് ഓറഞ്ച് പോലത്തെ കളർ വെച്ച് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. സമയം എടുത്തത് 2 കോട്ടൊക്കെ ചെയ്ത് സ്മജ് ചെയ്ത് വരാനേ. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. വരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഡൗട്ട് ഉണ്ടാവുക. വലിയ ഡൗട്ടൊന്നും വരത്തില്ല. ഫോട്ടോസ് കൂടെ ഇടാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെ വോയിസ് ഒന്ന് കളറൊന്നും റെഡാണ്. ഞാൻ റെഡ് വീണ്ടും പോയില്ലല്ലോ. റെഡാണ് കേട്ടോ. റെഡിലോട്ട് ബ്ലൂ കളർ നമുക്ക് വരുന്നുണ്ട്. ഇനി ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടുകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ് വരുന്നത്. ഫിഗറിന് അനുസരിച്ച് നമുക്ക് മാറ്റം വരുന്നത്. മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ചോദിച്ചോ?